നമസ്കാരം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചില ഗ്രൂപ്പുകളിൽ ഒരു വാർത്ത വരുന്നുണ്ട്, ജാസ്മിൻ ക്വിറ്റ് ചെയ്തു എന്നുള്ളത്. ജാസ്മിൻ ജാഫർ ക്വിറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. നിങ്ങൾ ആരും അറിഞ്ഞാലും ചില ഗ്രൂപ്പുകളിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ചിലവർ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുകയും ചെയ്തു, സത്യാവസ്ഥ എന്താണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പൂർണ്ണമായിട്ട് ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. ജാസ്മിൻ ജാഫർ ക്വിറ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത ചില ഗ്രൂപ്പുകളിൽ പരക്കുന്നുണ്ട്. സത്യമാണത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അറിയുകയും ചെയ്തു. പക്ഷേ ക്വിറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല കാരണങ്ങളായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ജബ്രി കോംബോ ചിലപ്പോൾ ഇതോടുകൂടി നശിച്ചേക്കാം. എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിക്കാം. കാരണം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള വിഷയം ഒരുപാട് കത്തിക്കയറുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാർത്ത ചില ഒന്ന് രണ്ട് വീഡിയോസിൽ അങ്ങനെ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള വീഡിയോസും ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു വാർത്ത ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു വാർത്തയെ ഞാൻ തള്ളിക്കളയുന്നില്ല. പോസിബിലിറ്റി കാരണം ജാസ്മിൻ അറിയാലോ, ഒരുപാട് ഈ പറഞ്ഞ എന്താണ് അറിയുന്നത്, വീട്ടിലെ വെളിയിലൊക്കെ ഒരുപാട് ഹേറ്റേഴ്സ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. കാരണം അവരുടെ വീട്ടുകാർക്കൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ്. വേണമെങ്കിൽ വീട്ടുകാർ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന എന്താണ് ഏഷ്യാനെറ്റിനെ പ്രഷറൈസ് ചെയ്ത് വേണ്ട, ഇനി എന്റെ മോൾ അവിടെ വേണ്ട, അങ്ങനെയൊന്നും ഏഷ്യാനെറ്റ് വിടത്തില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിരിക്കാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ പറഞ്ഞ അവരുമായിട്ട് എന്തെങ്കിലും കശവിഷയം ഉണ്ടാക്കി, ജാസ്മിനും അവരുമായിട്ട് എന്തെങ്കിലും കശവിഷയം ഉണ്ടാക്കിയിട്ട് അതിനുശേഷം എന്താണ് ഈ പറഞ്ഞതുപോലെ അവൾ അതിനോട് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതുമായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ പിന്നീട് തള്ളിക്കളയുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. അതുമല്ല, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.